ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ സ്റ്റഡി വ്ലോഗ്. നമ്മുടെ 20 ഡേയ്സ് ചാലഞ്ചിൻ്റെ രണ്ടാമത്തെ ദിവസമാണിന്ന്. അതിന് മുന്നേ തന്നെ ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ഹോൾ ടിക്കറ്റ്, അഡ്മിഷൻ ടിക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഫസ്റ്റ് ഫേസിലാണെന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് ദിവസമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സോറി, ആരെങ്കിലും കുറച്ച് പേര് വീഡിയോസ് കണ്ടിട്ടാണ്. അപ്പോൾ ഒരാളിങ്ങനെ ചോദിക്കുകയും ചെയ്തു അഡ്മിഷൻ ടിക്കറ്റ് വന്നു എന്ന്. ആക്ച്വലി എനിക്ക് വന്നത് ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെയാണ്. അപ്പം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് എനിക്ക് വന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ആയിരിക്കും. പിന്നെ ഡിഗ്രി പ്രിലിംസ് ഒരെണ്ണേ ഉണ്ടാവത്തുള്ളൂ, രണ്ട് എക്സാമിനും കൂടെ എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ വന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ അല്ല. എന്നാലും നമുക്കിനി എത്ര ദിവസം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കൂടിപ്പോയ 20 ദിവസം, കാരണം എക്സാം 20-ന് മറ്റോ ആയിക്കഴിഞ്ഞാൽ മെയ് 20-ന് എങ്ങാനും ആയാൽ ഫസ്റ്റ് ഫേസ് അതിലാവുമോ നമ്മൾ സെക്കൻഡ് ഫേസിലാണോ വരുന്നതെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. എന്താണേലും ഹോൾ ടിക്കറ്റ് വന്നാൽ മാത്രമേ നമുക്കൊക്കെ അറിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം പഠിച്ച് തീർത്തിരിക്കുന്നത് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ എനിക്കിപ്പോൾ ഈ എക്സാം ഒത്തിരി നേരത്തെയാണ്, മെയ് 10-നാണ് എക്സാം. പിന്നെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. പക്ഷെ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ എക്സാമിന് അതെങ്ങനെയായിരിക്കും എന്നത് വലിയ ധാരണയില്ല. കാരണം എല്ലാം ഒന്നും കവർ ചെയ്തിട്ടില്ല. കുഴപ്പമില്ല, എല്ലാതിൻ്റെ രീതിയിൽ പോട്ടെ. അല്ലെങ്കിൽ നമ്മളെ വെയിറ്റ് ചെയ്ത് ഇനി എക്സാമുകളുണ്ടല്ലോ, അങ്ങനെ ഒരു പോസിറ്റീവ് തിങ്ക് വെച്ചിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഞാനിന്ന് ഒരു ജി കെ പാർട്ടായിട്ട് എടുത്തിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. പിന്നെ ബാക്കി മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, CA റിവിഷൻ, ഇങ്ങനെ തന്നെയാണ് ഞാൻ ഇന്നും എൻ്റെ ടൈം ടേബിൾ ക്രമീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം, 1.5 മണിക്കൂർ വെച്ചിട്ടാണ് ഓരോ സബ്ജക്റ്റിനും കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പഠിച്ചു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ 1.5 മണിക്കൂർ തന്നെ എടുത്തിട്ട് ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കി. ജി കെ സബ്ജക്റ്റുകളിൽ തന്നെ ഞാൻ ഹോട്ട് ടോപ്പിക്സ് ആയിട്ടുള്ള, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻസൊക്കെ കണ്ടിട്ടുള്ള ആ ഭാഗങ്ങൾക്ക് മുൻതൂക്കം കൊടുത്താണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പ്രിയാമ്പിളാണ്. അത് സ്റ്റാൻഡേർഡ് ബുക്കിലാണ് നോക്കുന്നത്. പ്രിയാമ്പിൾ മുന്നേ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഇയറും അങ്ങനത്തെ ഡേറ്റ്സൊക്കെ എനിക്ക് മറന്നു പോയിട്ടുണ്ടായിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ, കുറച്ച് കാര്യങ്ങളെ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ, ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്തതുകൊണ്ട്. പിന്നെ സ്റ്റാൻഡേർഡ് ബുക്കിൽ നല്ല രീതിയിൽ മുഴുവൻ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. മനസ്സിലാക്കിയെടുക്കാൻ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ആദ്യമായിട്ടൊക്കെ വായിക്കുന്നവർക്ക്, എന്നെപ്പോലെ ആദ്യമായിട്ടൊക്കെ വായിക്കുന്നവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു റാങ്ക് ഫയലും നോക്കാം. പിന്നെ മുന്നേ ഞാൻ പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിനകത്തും അവർ ലാസ്റ്റ് ജോയിൻ ചെയ്ത ക്ലാസ്സിൻ്റെ നോട്ട്സ് അത്യാവശ്യം നല്ല രീതിയിലുള്ളതാണ്. അതും കൂടി ഒന്ന് നോക്കാമെന്നാണ്, സമയത്തിനനുസരിച്ച് നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് പ്രിയാമ്പിൾ എന്ന് പറയുന്ന ആ ഭാഗം സെറ്റായിക്കോളും. അങ്ങനെ നമ്മളിപ്പോൾ ഒരു സത്യം പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ബുക്ക് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരു കാര്യങ്ങളും നോക്കേണ്ട കാര്യമില്ല. പക്ഷേ സ്റ്റാൻഡേർഡ് ബുക്ക് വായിച്ചും എല്ലാം ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ വേറെ നോക്കാവുന്നതായിരിക്കും. കുറേയൊക്കെ കണ്ടതൊക്കെ ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാത്ത വേറെ ഒന്നുമല്ല, ചില വേർഡ്സാണ് നമുക്ക് മനസ്സിലാവാത്തത്. മീൻസ് നമ്മളതിന് മീനിങ്ങൊക്കെ തപ്പിപ്പോകേണ്ടി വരും. വേർഡ്സ് മീൻസ് നമ്മൾ മലയാളത്തിൽ പറയുന്നതായിരിക്കില്ല, അതിന് ഇംഗ്ലീഷിൽ വേറൊരു പേരായിരിക്കും എന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ചിലത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല. എനിക്ക് കേട്ടോ, എല്ലാവരുടെയും കേസല്ല കേട്ടോ, എൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊന്നും കൂടെയൊക്കെ ഒന്ന് വായിച്ച് നോക്കുവാണെങ്കിൽ വേഗം ക്യാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നോക്കിയത് മലയാളമായിരുന്നു. മലയാളത്തിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ടെലഗ്രാം നോക്കിയിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് കുറച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ബാക്കിയൊക്കെ ഇങ്ങനെ നോട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം ഞാൻ നോട്ട് എഴുതി കുറച്ച് ഈ ഒരു എക്സാമുകൾ കഴിയുന്നവരെ നോട്ട് എഴുതൽ സ്റ്റോപ്പ് ചെയ്തേക്കുവാണ്. കാരണം ഇനി നോട്ട് എഴുതിക്കൊണ്ടിരുന്നാൽ നമുക്ക് ഇപ്പോൾ എഴുതാൻ പോകുന്ന എക്സാമിന് നമുക്ക് അത്ര ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക, മുൻപ് പഠിച്ച കാര്യങ്ങളൊക്കെ കൂടെ ഒന്നും കൂടെ മൈൻഡിൽ ഉറപ്പ് വരുത്തി വീണ്ടും വീണ്ടും വായിക്കുക, ആവർത്തിക്കുക, അതൊക്കെ തന്നെ ഇനി നമുക്ക് അതിനൊക്കെ സമയത്തുള്ളൂ. പുതിയ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നാലോ പഴയ കാര്യങ്ങളും കയ്യിലുണ്ടാവത്തില്ല, പുതിയ കാര്യങ്ങളും ഓർമ്മ കിട്ടില്ല. അപ്പോൾ പഠിച്ചതിനെ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും വായിച്ച് തറവാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പം മലയാളം പര്യായപദം, സമാനപദമൊക്കെയാണ് നോക്കുന്നത്. പര്യായപദം എത്ര തവണ നോക്കിയാലും ചിലപ്പോൾ നമ്മൾ ഇപ്പം മഞ്ഞിൻ്റെ പര്യായം, തുഹിനം, നീഹാരം, അങ്ങനെ കുറേ ഉണ്ടല്ലോ. ചിലപ്പോൾ നമ്മൾ പഠിച്ചതല്ലാതെ വേറെ ആയിരിക്കും ചിലപ്പോൾ വരിക. പിന്നെ ഡിഗ്രി ലെവലായതുകൊണ്ട് മലയാളമൊക്കെ വല്ലാണ്ട് കടികെട്ടി അല്ലെങ്കിലും നമ്മൾ മറ്റുള്ള എക്സാമുകളെക്കാട്ടും
ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ തന്നെ ആയിരിക്കും വരിക. കാരണം എനിക്ക് കഴിഞ്ഞ തവണത്തെ ഡിഗ്രി ലെവൽ എക്സാം എഴുതിയപ്പോൾ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. മലയാളത്തിൽ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ കണ്ടു. മീൻസ് ഞാൻ കേട്ടിട്ടില്ലാത്ത കേട്ടോ, എനിക്കറിയില്ല. കേസ് എനിക്കറിയത്തില്ല. അല്ല, ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ എടുത്തുള്ളത് മാത്രം വായിക്കുക. പരമാവധി നേരത്തെ കളക്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഇനി പരമാവധി എവിടെയെങ്കിലും കിട്ടണം, അതൊക്കെ നോക്കിയിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഉച്ച ടൈം ആയതുകൊണ്ട് ഒരു ഗ്ലാസ് ലൈം ജ്യൂസൊക്കെ കുടിച്ച്, ലൈമല്ല ടാങ്ക് കലക്കിയതാണ്, നാരങ്ങയും പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് നാരങ്ങ പിന്നെ നമ്മുടെ വീക്ക്നെസ് ആണല്ലോ, നമുക്ക് മുറ്റത്തുള്ള സാധനം ആയതുകൊണ്ട് അത് ഒഴിവാക്കാറില്ല. വെള്ളം മക്കൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് ഞാനൊരു ഗ്ലാസ് എടുത്തു. പിന്നെ ഇപ്പം പകലൊക്കെ നല്ല വെയിലും നല്ല ചൂടും, വൈകുന്നേരം ആയ മഴയും, അങ്ങനെ ഒരു അന്തരീക്ഷവും കാലാവസ്ഥയാണല്ലോ ഇപ്പം. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ചിട്ടിരുന്നു. പിന്നെ വൈകുന്നേരമാണ് ഫ്രഷ് ആയതിനു ശേഷമാണ് പഠിക്കാനിരുന്നത്. ഇംഗ്ലീഷാണ് നോക്കിയത്. ഇംഗ്ലീഷിൽ PYQ ആടുമ്പം മുൻതൂക്കം കൊടുത്ത് പഠിക്കുന്നത്. PYQ നോക്കിയിട്ട് അതിനകത്ത് അറിയാത്തത് മാത്രം അതെന്താണെന്ന് യൂട്യൂബിൽ ഒറ്റ നോക്കുക. അങ്ങനെയാണ് ഞാനിപ്പോൾ കുറച്ചായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ സിലബസിനെ ഭയങ്കരമായിട്ട് ഇനി ക്ലിയറാക്കി പഠിച്ചാൽ ഒരുവിധമൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ ഇനി അങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ഇനിയൊരു സ്മാർട്ട് വർക്കായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് തീരാത്തവരുടെ കേസാണെങ്കിൽ തീരത്തില്ല. മോളിടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. അവൾക്ക് എല്ലാം ഓരോന്ന് ആവശ്യമാണ്. അപ്പോൾ എൻ്റെ ബുക്കിൽ വരയണം. അപ്പം ഞാൻ റഫായിട്ട് എഴുതുന്ന ഒരു പേപ്പർ കൊടുത്തു, അതൊന്നും പോരാ. പിന്നെ എൻ്റെ ബുക്ക്, പേന, പെൻസിൽ അങ്ങനെ എടുത്ത് കുറേ നേരം എൻ്റെ മടിയിൽ. പിന്നെ ഒഴിവാക്കിയിട്ടുള്ള പഠിത്തമൊന്നും പറ്റില്ല. വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഹസ്ബൻഡൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും പിന്നെ എൻ്റെ അടുത്തേക്ക് വരും. പിന്നെ അടുത്ത് മടിയിലിരുന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. മൂത്തവരവിടെ TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മാത്സാണ് ഞാൻ നോക്കിയത്. മാത്സും PYQ ആണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ സിലബസിലുള്ള മാത്സിൻ്റെ ടോപ്പിക്സ് മൊത്തത്തിൽ കംപ്ലീറ്റഡ് അല്ല. കംപ്ലീറ്റ് ചെയ്തതിൽ നിന്നുള്ള PYQ ആണ് ഞാൻ ഇപ്പോൾ നോക്കുന്നത്. പിന്നീട് മിഠായിയൊക്കെ കഴിച്ച് റിവിഷനും കൂടെ നടത്തി. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട്